ഗൈസ് വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ പറയാൻ പോകുന്നത് ഫാർമക്കോ ഡൈനാമിക്സ് ആണ്. സോ ഫാർമോകൈനറ്റിക്സ് ഞാൻ പറഞ്ഞു ഡ്രഗിന്റെ മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞല്ലേ. എന്നാൽ ഡൈനാമിക്സ് അങ്ങനെയല്ല. എങ്ങനെയാണ് ഒരു മരുന്ന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്ന രീതിയെ പറ്റിയാണ് നമ്മൾ ഡൈനാമിക്സിൽ പഠിക്കുന്നത്. സോ ഇപ്പോൾ എക്സാമ്പിൾ പാരസ്റ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ പനി കുറയ്ക്കുന്നു, വേദന കുറയ്ക്കുന്നു. സോ പാരസ്റ്റമോളിന്റെ കെമിക്കൽ നെയിമാണ് എന്ത്? അസറ്റാമിനോഫെൻ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. സോ ബേസിക്കലി ഡെഫിനിഷൻ ഓഫ് ഫാർമക്കോ ഡൈനാമിക്സ് ആണ് നോക്കാൻ പോകുന്നത്. എന്താ ഫാർമക്കോ ഡൈനാമിക്സ്? അതായത് നമ്മൾ ഡ്രഗ് കൊടുത്താൽ ഡ്രഗിൻ്റെ എഫക്റ്റ് ശരീരത്തിൽ എങ്ങനെയാണ് എന്ന് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഫാർമക്കോ ഡൈനാമിക്സ്. നമ്മൾ എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുക? മെയിൻലി മരുന്നും ബോഡിയും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗും ബോഡിയുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. സോ ബേസിക്കലി ഡ്രഗും ഡൈനാമിക്സും തമ്മിൽ ലിങ്ക്ഡ് ആണ്. അതുകൊണ്ടാണ് ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. സ്കോപ്പ് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എങ്ങനെ, അതിൻ്റെ മെക്കാനിസം ഓഫ് ഡ്രഗ് ആക്ഷൻ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഫാർമക്കോ ഡൈനാമിക്സ് ഒരുപാട് തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഡ്രഗ് ആക്ഷൻ, എന്താണ് ഡ്രഗ് എഫക്റ്റ്. സോ നമ്മൾ ഒരു മരുന്ന് കൊടുത്തു, എഫക്റ്റ് വന്നു, ഡ്രഗ് ആക്ഷൻ. സോ ബേസിക്കലി സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ കയ്യിൽ പാരസ്റ്റമോൾ എന്ന ഗുളികയുണ്ട്. വേദനയ്ക്ക് കൊടുക്കാം, പനിക്ക് കൊടുക്കാം എന്നൊക്കറിയാം. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഗുളിക അത് വേദന തന്നെയാണോ കുറയ്ക്കുന്നേ, അല്ലെങ്കിൽ പനി തന്നെയാണോ കുറയ്ക്കുന്നേ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? എന്നാൽ അതിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് കാര്യം നമ്മൾ പറയാൻ പോകുന്നത് ഡ്രഗ് ആക്ഷൻ ആണ്. അതായത് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അല്ലേ. അപ്പം ഓൾറെഡി നമുക്കറിയാം ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഫിസിയോളജിക്കൽ ഫങ്ഷനിലുണ്ടാക്കുന്ന ചേഞ്ചസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഡ്രഗിനറിയാം. അതായത് നമുക്ക് പാരസ്റ്റമോൾ ഒരു ലിവിങ് ഓർഗാനിസത്തിന് കൊടുക്കുവാണെങ്കിൽ, ദാമു എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ദാമുവിന് പനിയും കുറയ്ക്കും, വേദനയും കുറയ്ക്കാൻ പറ്റും. ഓക്കെ. The process by which a drug or chemical substance induces changes in pre-existing physiological function of a living organism. അതായത് pre-existing ആയിട്ടുള്ളത്, അതായത് അയാൾക്ക് വേദനയാണോ അല്ലെങ്കിൽ പനി ആയിരുന്ന അവസ്ഥയാണോ, ഏതായിരുന്നോ pre-existing physiological function, അതിൽ മാറ്റം വരുത്തുന്ന സാധനത്തിനെയാണ് ഡ്രഗ് ആൻഡ് കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രഗ് ആക്ഷൻ എന്ന് പറയുക. ഇനി ഡ്രഗ് എഫക്റ്റ് ആണ് പറയാൻ പോകുന്നത്. ദ സീരീസ് ഓഫ് ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ഡ്രഗ് ആക്ഷൻ. സോ ഈ ഡ്രഗ് ആക്ഷന് ശേഷം ഉണ്ടാകുന്ന സീരീസ് ഓഫ് എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രഗ് എഫക്റ്റ് എന്ന് പറയുക. അതായത് നമ്മുടെ കയ്യിൽ അസറ്റാമിനോഫെൻ അല്ലെങ്കിൽ പാരസ്റ്റമോൾ എന്ന ഗുളികയുണ്ട്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഹീറ്റ് റെഗുലേറ്റിംഗ് സെൻറ്ററിൽ പോയിട്ട് അയാളുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡ്രഗ് എഫക്റ്റ്. സോ പനി കുറയ്ക്കുക എന്ന് പറയുന്നത് ഡ്രഗ് എഫക്റ്റും, എന്നാൽ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ആയ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നത് നമ്മൾ ഡ്രഗ് ആക്ഷൻ എന്നും പറയും. മിക്കവാറും വൈവയ്ക്കൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബേസിക്കലി പ്രിൻസിപ്പിൾ ഓഫ് ഡ്രഗ് ആക്ഷൻ എങ്ങനെയാണ്? ഓൾട്ടറിങ് ഓൺ ഗോയിങ് ആക്ടിവിറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, ഇതിപ്പോൾ എക്സാമ്പിൾ ഡ്രഗ് പുതിയ ഫങ്ഷൻസ് ഒന്നും സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല കേട്ടോ. അല്ലെങ്കിൽ ലൈക്ക് ഓൺ ഗോയിങ് ആക്ടിവിറ്റിയിൽ ചെറിയൊരു ഓൾട്ടറേഷൻ, ദേ ഓൺലി ഓൾട്ടർ ദ പേസ് ഓഫ് ഓൺ ഗോയിങ് ആക്ഷൻ. എന്താണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പനിയാണെങ്കിൽ പനി, ആ ഒരു ആക്ഷൻ മാറ്റുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ മെഡിസിൻ ഇമ്പാക്റ്റ് പറയുവാണെങ്കിൽ ദീസ് ഓൾട്ടറേഷൻ ക്യാൻ ഹാവ് പ്രൊഫൗണ്ട് മെഡിക്കൽ എഫക്റ്റ് ഓൺ ദ ബോഡി. സോ നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ, ഈ ആക്ഷനിൽ മാറ്റമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു മെഡിക്കൽ എഫക്റ്റ് കിട്ടി എന്ന് പറയാം. പിന്നെ ടോക്സിക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ് കൊടുക്കുമ്പം അധികം കൂടിപ്പോയി എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഹയർ എമൗണ്ടിലായിപ്പോയി, ഒരു ലീതൽ ഡോസിലേക്ക് പോയി, ദാറ്റ് മീൻസ് എ ടോക്സിക് എഫക്റ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരാൾക്ക് 500 mg കൊടുക്കാൻ പറ്റുള്ളെങ്കിൽ 1000 2000 കൊടുക്കുകയാണെന്ന് വെച്ചോളൂ. എന്ത് സംഭവിക്കുക? നമ്മൾ മറ്റേ ജ്യൂസ് കൊടുത്ത ഗ്രീഷ്മയെ പോലെയും അല്ലെങ്കിൽ സൈനൈഡ് കലക്കിയവരെ പോലെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം അളവിൽ കൂടുകയാണെങ്കിൽ ടോക്സിക് എഫക്റ്റ് ഉണ്ടായിരിക്കും. സോ ടൈപ്പ് ഓഫ് ഡ്രഗ് ആക്ഷൻ പറയുവാണ്. ഇറിറ്റേഷനും ഉണ്ട്, സ്റ്റിമുലേഷനും ഉണ്ട്. ഒരു ഡ്രഗ് കൊടുത്താൽ ഡ്രഗ് ആക്ഷൻ രണ്ടെടുത്തിരിക്കുന്നുണ്ട്. ദ ഫേസ്റ്റ് വൺ ഈസ് ഇറിറ്റേഷൻ ആണ്. ചില ഡ്രഗുകൾ ഈ പ്രൊഡക്ഷൻ കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ, അവിടെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സെന്ന ഒരു ലീഫാണ് കേട്ടോ. നിങ്ങൾ കോഗ്നോസിൽ പഠിക്കും, ഇനി വരാൻ പോകുന്ന സെമ്മുകളിൽ പഠിക്കും. സോ സെന്ന എന്ന് പറഞ്ഞൊരു ഡ്രഗാണ്, ഇലയാണ്. നമ്മൾ ഈ സെന്ന നമ്മൾ ഉള്ളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റസ്റ്റൈൻ, കുടലിനെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഡെഫിക്കേഷൻ അല്ലെങ്കിൽ മോഷൻ്റെ മൂവ്മെൻറ്റ് കൂട്ടുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല സ്റ്റിമുലേഷൻ ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ ഫങ്ഷൻസ് കൂട്ടിയെടുക്കാറുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അഡ്രിനൽ സെക്രീഷൻ ആണെങ്കിൽ ഒരു ഫിയർ ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് അറിയാമല്ലോ, ഹാർട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അത് ഓൾറെഡി നമുക്ക് ഹാർട്ട് റേറ്റ് ഉണ്ട്. അപ്പോൾ അഡ്രിനൽ എക്സ്ട്രാ ഒന്ന് പുഷ് ചെയ്യുമ്പോൾ സംഭവിക്കുക, ഇച്ചിരി കൂടെ ഹാർട്ട് ഇടിക്കും
അല്ലേ, അല്ലെങ്കിൽ ഇച്ചിരി ഹാർട്ട് ഇടിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിമുലേഷനും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ഇനി ടൈപ്പ് ഓഫ് ഡ്രഗ് ആക്ഷൻ പറയുവാണ്, ഡിപ്രഷനും റിപ്ലേസ്മെൻറ്റും ഉണ്ട്. അപ്പം ടൈപ്പ് ഓഫ് ഡ്രഗ് ആക്ഷൻ ഏതൊക്കെ പറഞ്ഞു? ഇറിറ്റേഷൻ പറഞ്ഞു, സ്റ്റിമുലേഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഡിപ്രഷനും റിപ്ലേസ്മെൻ്റ് ആണ്. ഡിപ്രഷൻ എന്താ? പേര് പറയുന്ന പോലെ തന്നെ ഡിപ്രസ് ചെയ്യുക. അതായത് ബെൻസോഡൈസപ്പിൻ പോലെ ഡ്രഗുകൾ കൊടുക്കുകയാണെങ്കിൽ CNS സെൻട്രൽ നെർവസ് സിസ്റ്റം എന്തെന്നു? ഡിപ്രസ് ചെയ്യുന്നു. ഒമിപ്രസോൾ, പാൻറ്റോപ്രസോൾ, റാബിപ്രസോൾ പോലുള്ള ഡ്രഗുകൾ കൊടുക്കുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുവാണ് ചെയ്യുക. നമ്മുടെ വയറ്റിനകത്തുള്ള ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുവാണ് ചെയ്യുക. അടുത്ത റിപ്ലേസ്മെൻ്റ് ആണ്. റിപ്ലേസ്മെൻ്റ് ഉണ്ടെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഹോർമോണോ അല്ലെങ്കിൽ ഒരു ബയോ കെമിക്കൽ സബ്സ്റ്റൻസോ ചില സമയങ്ങളിൽ നമുക്ക് സഫിഷ്യൻ്റായി വന്നില്ല എന്ന് വരും. സമയങ്ങളിൽ നമുക്ക് റിക്കവറി എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. ആ സമയത്ത് റിപ്ലേസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡയബറ്റീസ് വന്ന പേഷ്യൻറ്റിന് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ബോഡിയിൽ ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഇൻസുലിൻ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഡയബറ്റീസ് വരിക അല്ലേ. അപ്പോൾ ഇൻസുലിൻ്റെ ബോഡിയിൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് എക്സ്ട്രാ ഇൻസുലിൻ കൊടുക്കേണ്ട ആവശ്യം വരും. സോ ദെയർ ഇസ് എ റിപ്ലേസ്മെൻറ്റ്. സോ എന്തൊക്കെയുണ്ട്? ഡിപ്രഷൻ ആൻഡ് റിപ്ലേസ്മെൻറ്റ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഇസ് സൈറ്റോടോക്സിക് ഡ്രഗ് ആക്ഷൻ. സോ സൈറ്റോടോക്സിക് സോ എന്തോ സെല്ലിന് ടോക്സിക് ഉണ്ടാക്കുന്ന സാധനമാണ് അല്ലേ. അപ്പോൾ ഈ സൈറ്റോടോക്സിക് ഡ്രഗ് എന്ന് പറയുന്നത് ഏതെങ്കിലും സമയത്ത് ഒരു പാരസൈറ്റ് നമ്മളെ ബോഡിയിലേക്ക് വരികയാണ്. അത് പാരസൈറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആകാം? ചില വേംസുകളാകാം, എന്ത് വേണമെങ്കിലും ആവാം അല്ലേ. പാരസൈറ്റ് നമ്മുടെ ബോഡിയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ സെല്ല് അബ്നോർമലി അല്ലെങ്കിൽ അൺകൺട്രോളബിളി ഗ്രോ ആവുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ മൈക്രോ ഓർഗാനിസം ഉണ്ട്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം എക്സസീവായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇൻഫെക്ഷൻ കുറയ്ക്കുക, ക്യാൻസർ കുറയ്ക്കുക എന്നുള്ള ഒരു മേജർ ഗോളിൽ അല്ലെങ്കിൽ ആ ഒരു മോട്ടോയിൽ വർക്ക് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ആര്? സൈറ്റോടോക്സിക് ഡ്രഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇവരെന്തൊക്കെ ചെയ്യുക? ഫസ്റ്റ് വൺ ഇസ് ഡിറ്റക്ട് ചെയ്യും. അതായത് ഏതാണോ ഹാംഫുൾ സെല്ല് അല്ലെങ്കിൽ ഏതാണോ ആ ഓർഗാനിസം അതിനെ അവർ എന്ത് ചെയ്യും? ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം ടാർഗറ്റ് ചെയ്യും. ആരെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? ഏത് സെല്ലിനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതാണ് സ്പെസിഫിക് സെല്ല് നോക്കി ടാർഗറ്റ് ചെയ്യും. പിന്നെ എലിമിനേറ്റ് ചെയ്യും, ഡിസ്ട്രോ ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുക. ഇതാണ് സൈറ്റോടോക്സിക് ഡ്രഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഡ്രഗ് ആക്ഷൻ. സോ ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് 2-3 പഠിച്ചു വെക്കുക. സോ ഇറ്റ്സ് സോ ഈസി, അത് അത്ര ടഫുള്ള കാര്യമൊന്നുമല്ല. സോ ബയോമോളിക്കുലർ ടാർഗറ്റ് ഓഫ് ഡ്രഗ് ആക്ഷൻ. സോ ബയോമോളിക്കുലർ എന്താ? ബയോമോളിക്കുലർ ടാർഗറ്റ് അതിൽ ഫസ്റ്റ് വൺ ഈസ് എൻസൈം ആണ്. എൻസൈം എന്താ? ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണല്ലേ. അപ്പോൾ നമ്മളെ ബോഡിയിൽ ഒരുപാട് ബയോളജിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ ബയോളജിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന സാധനങ്ങളാണ് ആര്? എൻസൈംസ്. നെക്സ്റ്റ് വൺ ഈസ് അയോൺ ചാനൽസ് ആണ്. പോർ ഫോമിങ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. സോ അവിടെ പോറ് ഫോം ചെയ്യും, ചെറിയ ചെറിയ ഹോളോസ് ഫോം ചെയ്യും. ബേസിക്കലി ട്രാൻസ്പോർട്ടേഷനൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അയോൺ ചാനൽ ലിഗാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസ്പോർട്ടേഴ്സ് ആണ്. സോ ഫെസിലിറ്റേറ്റ് മൂവ്മെൻറ്റ് അക്രോസ് മെംബ്രെയിൻ. സോ നമുക്ക് മെംബ്രെയിൻസുകളിലൂടെ ഡ്രഗ് ആയാലും അല്ലെങ്കിൽ പ്രോട്ടീൻ ആയാലും മോളിക്യൂൾസ് ഒക്കെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ട്രാൻസ്പോർട്ടേഴ്സ് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ ഇസ് റിസപ്റ്റേഴ്സ് ആണ്. ഇത് സിഗ്നലിംഗ് മോളിക്യൂൾസ് ആണ്, റെസ്പോണ്ട് ചെയ്യും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റെസ്പോണ്ട് ചെയ്യും, നമ്മളെ സിഗ്നൽ ചെയ്യിപ്പിക്കും, നമ്മളെ സെൽസിനെ അറിയിക്കും ഇവിടെ സംഭവമുണ്ട്, പ്രശ്നമുണ്ട്, നിങ്ങൾ അലേർട്ടായിരുന്നോളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് റിസപ്റ്റേഴ്സ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ബേസിക് കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവും. അപ്പം വലിയ പ്രശ്നം വരില്ല, നിങ്ങൾക്ക് അറിയാം. കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതും ഒക്കെയാണ്. സോ ഫസ്റ്റ് വൺ ഈസ് എൻസൈം ഇൻഹിബിഷൻ. എന്താ എൻസൈം ഇൻഹിബിഷൻ? പേര് പറയുന്ന പോലെ തന്നെ ഇൻഹിബിറ്റ് ചെയ്യുക. അതിൽ തന്നെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ ഒരു പെൺകുട്ടീനെയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടീനെയോ ലൈൻ അടിക്കാൻ ശ്രമിക്കുവാണെന്ന് വെച്ചോളൂ. അതിൻ്റെ കൂടെ തന്നെ വേറൊരാളും ലൈൻ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി 2 ആൺകുട്ടികൾ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി 2 പെൺകുട്ടികളാണെന്ന് വെച്ചോളൂ. ആ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഒക്കേഴ്സ് വെൻ എ സബ്സ്റ്റൻസ് അതർ ദാൻ ദ എൻസൈം സബ്സ്ട്രേറ്റ് ഓക്യുപ്പൈസ് ഇറ്റ് ആക്റ്റീവ് ഓർ കാറ്റലിസ്റ്റിക് സൈറ്റ്. അതായത് ബേസിക്കലി എൻസൈം സബ്സ്ട്രേറ്റ് ഓക്യുപ്പൈ ചെയ്യേണ്ട ആ ഒരു ഭാഗത്ത് അതല്ലാതെ ആ ആക്റ്റീവ് സൈറ്റിൽ അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസും കൂടെ ഉണ്ടായിരിക്കും. സോ ദിസ് ടൈപ്പ് ഓഫ് ഇൻഹിബിഷൻ ബോത്ത് ES ആൻഡ് ET കോംപ്ലക്സ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. സോ ഓൾറെഡി പറഞ്ഞതുപോലെ എൻസൈം സബ്സ്ട്രേറ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും ഒരു എക്സ്ട്രാ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കാം. ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഇൻഹിബിറ്റേഴ്സ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻ ഡിക്രീസ്. അതായത് നമ്മുടെ ഈ ഇൻഹിബിറ്റേഴ്സിൻ്റെ അളവ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾ ലൈൻ അടിക്കാൻ വേണ്ടി പോകുന്ന ഒരു പെൺകുട്ടിയാണെന്ന്
ആണെന്ന് വെച്ചോളൂ. അപ്പോൾ പെൺകുട്ടി ലൈൻ അടിക്കാൻ പോകുമ്പോൾ ആ പെൺകുട്ടിയെ നോക്കുന്ന വേറൊരാളുണ്ട്. അപ്പോൾ അയാൾ നിങ്ങളെ അവളുടെ അടുത്തോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അടുക്കാൻ സമ്മതിക്കുന്നില്ല, സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ദാറ്റ് മീൻസ് എന്താ സംഭവിക്കുക? റിയാക്ഷൻ കുറയുന്നു, നിങ്ങൾക്ക് പോയിട്ട് പ്രപ്പോസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഇൻക്രീസ് ദ KM ബട്ട് ഡു നോട്ട് ചേഞ്ച് ദ Vmax. സോ ബേസിക്കലി എന്ത് ചെയ്യുന്നു, ഈ ഒരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പം റിയാക്ഷൻ്റെ അളവെന്ന് പറഞ്ഞാൽ കുറവായിരിക്കും, പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ ചെന്ന് ലോക്ക് ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നില്ല, അവിടെ പെൺകുട്ടിയുണ്ട്, നിങ്ങൾ പ്രൊപ്പോസൽ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറവാണ്, പക്ഷേ നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ എല്ലാം എന്താണ്, സെയിം തന്നെയാണ്. ദ എഫക്ട് ക്യാൻ ബി റിവേഴ്സ് ബൈ ഇൻക്രീസിങ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഇപ്പോൾ നിങ്ങൾ ഇച്ചിരി കൂടെ മാസ്കുലിനായിട്ട് അവിടെ മാറുന്നില്ലടാന്ന് പറഞ്ഞിട്ട് തള്ളിയിട്ടിട്ട് പോവുകയാണെങ്കിലോ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് പോയി പ്രപ്പോസ് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് എപ്പോഴാണോ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നത് ആ സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് പോയിട്ട് പ്രപ്പോസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് അവിടെ ആക്ഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇത് റിവേഴ്സിബിൾ ആണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞു ഇൻഹിബിറ്റർ ബൈൻഡിങ് ആണ്. എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റേഴ്സ് പോയിട്ട് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ പോയിരിക്കുന്നു. ഇത് എൻസൈം ആണെങ്കിൽ ഇൻഹിബിറ്റേഴ്സ് പോയിട്ട് വന്ന് ആക്റ്റീവ് സൈറ്റിൽ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് സബ്സ്ട്രേറ്റ് വന്നിരിക്കാൻ പറ്റുന്നില്ല. സോ സബ്സ്ട്രേറ്റ് കോമ്പറ്റീഷൻ. സോ സബ്സ്ട്രേറ്റ് ആൻഡ് ഇൻഹിബിറ്റർ കോമ്പറ്റീറ്റ് ഫോർ ബൈൻഡിങ്. സോ സബ്സ്ട്രേറ്റും ഉണ്ട്, നമ്മുടെ ഇൻഹിബിറ്ററും ഉണ്ട്, രണ്ടും കൂടെ കോമ്പറ്റീറ്റ് ചെയ്യും ആൻഡ് റിവേഴ്സിബിളി. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സബ്സ്ട്രേറ്റിൻ്റെ അളവ് കൂട്ടുന്നു, ഇപ്പം ഇൻഹിബിറ്റർ അളവ് കുറയുവാണെങ്കിൽ സംഭവിക്കുന്നു, ഓട്ടോമാറ്റിക്കലി സബ്സ്ട്രേറ്റിന് വന്നിരിക്കുകയും ചെയ്യും. ഇതാണ് എന്ത്? കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. സോ നെക്സ്റ്റ് വൺ ഈസ് എൻസൈം ഇൻഹിബിഷൻ. നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്. പേര് പറയുന്ന പോലെ തന്നെ ഇവിടെ നോൺ കോമ്പറ്റേറ്റീവ് ആണ്, അല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങളോ കാര്യമൊന്നുമില്ല. എന്താണ്? ബൈൻഡ് ഇറിവേഴ്സിബിളി ടു ദ എൻസൈം. സോ ഇവിടെ ആക്റ്റീവ് സൈഡിൽ അങ്ങനെ വലിയ അടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഫസ്റ്റ് വൺ ഈസ് ഇൻഹിബിറ്റർ ബൈൻഡിങ് ആണ്. ഇൻഹിബിറ്റർ ബൈൻഡിങ് ടു എ സൈറ്റ് അതർ ദാൻ ദ ആക്റ്റീവ് സൈറ്റ്. സോ ബേസിക്കലി ഇതാണ് ആക്റ്റീവ് സൈറ്റ് എങ്കിൽ ഈ പൊട്ടന്മാർ എന്ത് ചെയ്യുന്നറിയോ, ഈ ആക്റ്റീവ് സൈറ്റ് അല്ലാത്ത വേറെ എവിടെയെങ്കിലും പോയി അങ്ങ് അമർന്നിരിക്കുന്നു. അങ്ങനെ ഷേപ്പ് ചേഞ്ച് ആവും, എന്നാൽ ഷേപ്പിൽ എൻസൈമിൻ്റെ ഷേപ്പിൽ ചേഞ്ച് ആവുന്നു. അങ്ങനെ ആക്റ്റീവ് സൈറ്റ് ഓൾട്ടർ ആവുന്നു. ഇവിടെ ആക്റ്റീവ് സൈറ്റ് ഇല്ലേ, കാര്യം എൻസൈമിൻ്റെ ഷേപ്പ് മാറുമ്പം ഓട്ടോമാറ്റിക്കലി സബ്സ്ട്രേറ്റിന് വന്നിങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. സോ എഫക്ട് കനോട്ട് ബി ഓവർകം ബൈ ഇൻക്രീസിങ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. നമ്മളവിടെ മറ്റതുപോലെ റിവേഴ്സും ചെയ്യാൻ പറ്റില്ല. സോ ബേസിക്കലി ഇവിടെ എൻസൈം ഇൻഹിബിറ്റ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ഈ ആക്റ്റീവ് സൈറ്റ് അല്ലാത്ത വേറെ ഏതെങ്കിലും സൈഡിൽ പോയിട്ട് ഈ ഫോറിൻ ബോഡി വന്നിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഷേപ്പും സൈസും മാറി പോകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആക്ഷൻ നമുക്ക് പ്രോപ്പർലി കിട്ടാത്തൊരവസ്ഥ വരികയാണ് ചെയ്യുക. സോ ഇത് ഇറിവേഴ്സിബിൾ തന്നെയാണ്, നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് എൻസൈം ഇൻഹിബിഷൻ അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. അൺകോമ്പറ്റേറ്റീവ്. സോ എന്താണ്? ഇവിടെ അങ്ങനെ ഒരു ഫ്രീ എൻസൈമിൽ പോയി ബൈൻഡിങ് എന്നുള്ള പരിപാടി ഒന്നുമില്ല കേട്ടോ. അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഡു നോട്ട് ബൈൻഡ് ടു ദ ഫ്രീ എൻസൈം, ഇൻസ്റ്റെഡ് ദേ ബൈൻഡ് ഓൺലി ടു ദ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. സോ ഇവർ പോയിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു എൻസൈമിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യില്ല. എൻസൈമും സബ്സ്ട്രേറ്റുമായിട്ടുണ്ടായ കോംപ്ലക്സിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പോയിരിക്കത്തുള്ളൂ. അതായത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ES കോംപ്ലക്സ് ഫോർമേഷൻ ഉണ്ട്, അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു. അതിനുശേഷം ഈ ഉണ്ടായ ES കോംപ്ലക്സ് ഇല്ലേ, അതിൻ്റെ ആക്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുക, ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ESA കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അതായത് ഇനാക്റ്റീവ് എൻസൈം സബ്സ്ട്രേറ്റ് ഇൻഹിബിറ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിന്നോട് പറയാം, നീ പോയി പ്രേമിച്ചോ, കുഴപ്പമൊന്നുമില്ല, നീ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യുമെന്ന് പറയും. പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളങ്ങോട്ട് പ്രേമമൊക്കെ ആയി മൂത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? ഇവൻ വന്നിട്ട് പറയും, എടാ അവൻ ഫ്രോഡാണ്, അവൾ ഫ്രോഡാണ് എന്നൊക്കെ പറയുന്നില്ലേ? ആ പരിപാടി തന്നെയാണ് ആരിവിടെ? അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനും ഉള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് അയൺ ചാനൽ ആൻഡ് ഡ്രഗ് ആക്ഷൻ. സോ അയൺ ചാനൽ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ബേസിക്കലി അയൺ ചാനൽ എന്ന് പറയുന്നത് പോർ ഫോർമേഷൻ ആണ്. അപ്പം പ്രോട്ടീൻസിനെയൊക്കെ അലോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് അയൺ ചാനൽസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് വോൾട്ടേജ് ഓപ്പറേറ്റഡ് റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. സോ നമ്മുടെ മെംബ്രെയിനിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? റെസ്പോൺസ് കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് ലിഗാൻഡ് ഗേറ്റഡ് ആണ്. ആക്ടിവേറ്റ് ബൈ സ്പെസിഫിക് മോളിക്യൂൾസ്. എല്ലാ മോളിക്യൂൾസും കാരണം ആക്ടിവേറ്റ് ചെയ്യില്ല, ചില മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ലിഗാൻഡ് ഗേറ്റഡ്. സോ നെക്സ്റ്റ് വൺ ഇസ് ജി പ്രോട്ടീൻ റെഗുലേറ്റഡ് ആണ്. മോഡിഫൈഡ് ബൈ ജി പ്രോട്ടീൻ സിഗ്നലിംഗ്. ജി പ്രോട്ടീൻ സിഗ്നലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് മോഡുലേറ്റ് ചെയ്യുള്ളൂ,
ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രെച്ച് സെൻസിറ്റീവ് ആണ്, ആക്ടിവേറ്റ് ബൈ മെക്കാനിക്കൽ ഫോഴ്സ്. സോ മെക്കാനിക്കൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. സോ ഇതിൻ്റെയൊക്കെ വലിയൊരു ബ്രീഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട് റെഫറൻസിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ അയൺ ചാനൽ അങ്ങനെ എടുത്ത് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, പക്ഷേ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്താനും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഴ്സ് ഇൻ ഡ്രഗ് ആക്ഷൻ ആണ്. സോ ട്രാൻസ്പോർട്ടേഴ്സ് ആർ ട്രാൻസ്പോർട്ടേഴ്സ്. സോ ബേസിക്കലി ഡിഫ്യൂഷൻ ചെയ്യാം അല്ലേ. സോ ഡിഫ്യൂഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം? സോ ഡിഫ്യൂഷൻ എപ്പോഴും കോൺസെൻട്രേഷൻ ഗ്രേഡിനനുസരിച്ചായിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ, ഇവിടെ ലോവർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ മോളിക്യൂൾസ് ഉറപ്പായിട്ടും ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ മെറ്റബോളിക് എനർജി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഉറപ്പായിട്ടും പോകും അല്ലേ. സോ ഇത് കൊണ്ടുപോകുന്നത് ചില സമയത്ത് ആ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോകണമെങ്കിൽ പോലും അവിടെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മേ ബി പ്രോട്ടീൻ ആയിരിക്കാം, സോ എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് നോർ എപ്പിനെഫ്രിൻ ട്രാൻസ്പോർട്ടർ, ടാർഗറ്റ് ഫോർ ഡ്രഗ് ലൈക്ക് ഡിസിപ്രാമിൻ ആൻഡ് കൊക്കെയിൻ വിച്ച് ബ്ലോക്ക് നോർ അഡ്രിനൽ റീഅപ്ടേക്ക്. സോ ബേസിക്കലി നിങ്ങൾ ട്രാൻസ്പോർട്ടേഴ്സ് പഠിക്കുന്ന സമയത്ത് ഈ 2-3 എക്സാമ്പിൾസ് മാത്രം നോക്കി പോയാൽ മതി, വലിയ ആനായിട്ടൊന്നും പഠിക്കണ്ട. കാര്യം അങ്ങനെ ട്രാൻസ്പോർട്ടേഴ്സ് എടുത്ത് ചോദിക്കത്തില്ല. സോ നമ്മൾ 2 എക്സാമ്പിൾ കൊടുത്തുന്നുള്ളതേ ഉള്ളൂ. സോ നോർ എപ്പിനെഫ്രിൻ ട്രാൻസ്പോർട്ടിനെ പറ്റി പറയുന്നു. സോ ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെസിപ്രാമിൻ, കൊക്കെയിൻ പോലുള്ള ഡ്രഗിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നോർ അഡ്രിനൽ റീഅപ്ടേക്കിന് എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നു. നെക്സ്റ്റ് വൺ ഇസ് സെറോട്ടോണിൻ ട്രാൻസ്പോർട്ടർ ആണ്, ടാർഗറ്റ് ഫോർ SSRIs ഫ്ലൂഓക്സെറ്റിൻ വിച്ച് ഇൻഹിബിറ്റ് സെറോട്ടോണിൻ റീഅപ്ടേക്ക്. സോ നമ്മൾ ഈ ഫ്ലൂഓക്സെറ്റിൻ എന്ത് ചെയ്യുന്നു, ഈ സെറോട്ടോണിൻ റീഅപ്ടേക്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ ഇവിടെ എങ്ങനെയാണ് ഡെസിപ്രാമിന് കൊക്കെയിൻ എന്ത് ചെയ്യുന്നു, നോർ അഡ്രിനൽ റീഅപ്ടേക്കിനെ ബ്ലോക്ക് ചെയ്യുന്നു. സോ ഇതെല്ലാം ട്രാൻസ്പോർട്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബേസിക്കായിട്ട് ഇത്ര ആലോചിക്കാം, നമ്മൾ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഴ്സ്, ഡിഫ്യൂഷൻ, ലൈക്ക് വാട്ട് എവർ, ഡിഫ്യൂഷൻ തന്നെ ആവണമെന്നില്ല. സോ എന്താണ് മൂവ്മെൻറ്റ്, ഡ്രഗിൻ്റെ മൂവ്മെൻറ്റ് ഒരു മെംബ്രെയിൻ വഴി കടന്നു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് റിസപ്റ്റേഴ്സ് ഇൻ ഡ്രഗ് ആക്ഷൻ ആണ്. ബേസിക്കലി റിസപ്റ്റേഴ്സ് ചില മാക്രോ മോളിക്യൂൾസ് ആണ്. സോ സിഗ്നലിംഗ് ചെയ്യുക, സെൽസുകൾ തമ്മിൽ സിഗ്നലിംഗ് ചെയ്യുക. സോ നിങ്ങളിപ്പോൾ 8th സെമ്മിലൊക്കെ നിങ്ങൾ മോളിക്കുലർ ബയോളജി എടുക്കുവാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് പഠിക്കും കേട്ടോ. സോ ആ സമയത്ത് ബേസിക്കലി സൈറ്റോപ്ലാസത്തിലൊക്കെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്യാറുള്ള, സർഫസിലോ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടാവാറുണ്ട്. ഓരോന്നിനും അതിൻ്റേത് ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ, എല്ലാം ഒരേപോലെ തന്നെ ആകണം എന്ന് നിർബന്ധമില്ല. സോ ചില ഡ്രഗുകൾ ഡയറക്റ്റ്ലി എൻസൈമായിട്ടോ ഒന്നും ബൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഈ മാക്രോ മോളിക്യൂൾസൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ മെനി ഡ്രഗ് that do not bind directly effectors like enzyme, channel or transport protein act through these specific regulatory macromolecule called receptor. അപ്പം ഇവർ ഡയറക്റ്റ്ലി ബൈൻഡ് ചെയ്യില്ല, പക്ഷേ ചില മാക്രോ മോളിക്യൂൾസുമായിട്ട് മാത്രമേ ബൈൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിസപ്റ്റേഴ്സ് എന്ന് പറയുക. സോ ഈ ഒക്കേഷൻ ഞാൻ പറഞ്ഞു, സെൽ സർഫസിലോ സൈറ്റോപ്ലാസത്തിലോ. ഫംഗ്ഷൻ എന്താണ്, സിഗ്നലിംഗ് ആകാം, റെസ്പോൺസ് ഇനിഷ്യേറ്റ് ചെയ്യാം. ഇമ്പോർട്ടൻസ് പറയുവാണെങ്കിൽ കീ ടാർഗറ്റ് ഫോർ ഡ്രഗ് ദാറ്റ് ഡസൻറ്റ് ആക്ട് ഡയറക്ട്ലി ഓൺ എഫക്റ്റീവ്. സോ എൻസൈമിലോ അല്ലെങ്കിൽ ചാനൽസിലോ ഒന്നും എഫക്റ്റ് ചെയ്യാത്തൊരു ഡ്രഗ് ആണെങ്കിൽ മേ ബി അത് എഫക്റ്റ് ചെയ്യുന്ന എവിടെയായിരിക്കാം, അത് റിസപ്റ്റേഴ്സിലായിരിക്കും അല്ലെങ്കിൽ മാക്രോ മോളിക്യൂൾസിലായിരിക്കാം എന്നുള്ളതാണ്. സോ ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, അത്ര വലിയൊരു സംഭവം ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ക്ലാസ് കിട്ടുന്ന കാര്യം മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു 10 മാർക്കിനൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. സോ നെക്സ്റ്റ് വൺ, താങ്ക് യു.